മെർലിൻ ടീച്ചറെ നമ്മുടെ പ്രസിഡന്റ് നാസർ അക്കരയും വൈസ് പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞിപ്പയും കൂടി ഓഫീസിലേക്ക് ആനയിച്ച് കൊണ്ടുവരികയാണ്. ഇന്ന് ടീച്ചറെ അവസാനത്തെ ദിവസമാണ്. ടീച്ചറെ ഹായ്. ഹലോ ഹായ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മെർലിൻ ടീച്ചറാണ്. മെർലിൻ ടീച്ചർ 33 വർഷമായിട്ട് നമ്മളെ MAM UP സ്കൂളിൽ അറക്കലിൽ ജോലി ചെയ്തു. ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ടീച്ചറോടൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇനി കയറാൻ പോകുന്ന നമ്മളെ ബിൻരാജ് മാഷുണ്ട്. ഇതാണ് നമ്മളെ മെർലിൻ ടീച്ചറെ. എപ്പോഴും ചിരിച്ചുകൊണ്ടാവും. ടീച്ചറെ പറഞ്ഞു നിങ്ങളെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു. 33 വർഷമായില്ലേ നമ്മളിവിടെ? അതെ അതെ, പറഞ്ഞേ. 33 വർഷം. 92 ഓഗസ്റ്റ് 19 കുണ്ടിൽപ്പറമ്പ് സ്കൂളിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. 6 മാസത്തിന് ശേഷം ജനുവരിയോടുകൂടി അറക്കൽ UP സ്കൂളിൽ ചേർന്നു. അങ്ങനെ 2023 മുതൽ ജൂൺ മുതൽ HM ആയിട്ട് ഇന്ന് വരെ 2 വർഷമായി. ഓക്കെ, എന്താ നമ്മളെ സ്കൂൾ, നമ്മളെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ആളുകളെയും മലപ്പുറം ജില്ലയെയും കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലത് മാത്രമേ പറയാനുള്ളൂ. അറക്കലെ താമസം ആദ്യം മഞ്ഞണിയിൽ താമസിച്ചു, അതിനുശേഷം വട്ടപ്പറമ്പിൽ ബാപ്പുവിൻ്റെ വീട്ടിൽ താമസിച്ചു. അതൊക്കെ വളരെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ആലിങ്കൽ ഭാഗം. അതിനുശേഷം കത്താലിന് മുകളിൽ നമ്മുടെ ലീഗ് മുഖാക്കയുടെ ക്വാർട്ടേഴ്സിൽ, അതിനു മുമ്പ് അത് TV മൊയ്തീൻ്റെ ചേട്ടൻ്റെ വീടായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചു. അത് മലപ്പുറം ജില്ലയിലെ താമസം വളരെ എന്താ പറയുക, മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ നാട്ടിൽ സ്ഥലവും വീടും ഒക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോകണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരു 15 സെന്റ് സ്ഥലം വാങ്ങിയത്. പക്ഷെ ഇപ്പം അത് നാട്ടിലെ സ്ഥലം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. വെരി ഗുഡ്. അത്രയും കാരണം മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതസുഖം നാട്ടില് ഏക്കർ കണക്ക് സ്ഥലത്തിന്റെ നടുവിൽ ജീവിച്ചാലും ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ടും, പിന്നെ എല്ലാ സാഹചര്യങ്ങളും, ജീവിത സാഹചര്യങ്ങള്, സാധനങ്ങള്, പിന്നെ ആൾക്കാരുടെ രീതികള് എല്ലാം കൊണ്ടും മലപ്പുറം ജില്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചേളാരിയിലെ 15 സെന്റ് സ്ഥലത്ത് താമസിച്ച് നാട്ടിലെ പറമ്പും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. സ്വദേശം എവിടെയാണ് നിങ്ങളെ? എന്റെ സ്ഥലം വെലങ്ങാട് എന്ന് പറയും. വെലങ്ങാട് ഏതാ ജില്ല? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയുടെ ഒരു ഇന്റീരിയർ ഏരിയയാണ് വെലങ്ങാട്. ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ഇന്നുള്ള ഒരു സ്ഥലം. അപ്പോ ഇവിടെ 33 വർഷമായില്ലേ? 33 വർഷമായിട്ട് 2 വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ട് HM ആയിട്ട്. ഇനി അടുത്തത് നമ്മളെ ബിൻരാജ് മാഷാണ് കയറാൻ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ PTA ഇവരൊക്കെ ഭയങ്കര സഹകരണമാണ് അല്ലേ? PTA-ക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ആദ്യം എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ നാസർ മോൻ്റെ ആ ഒരു ഇതില്, മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കുട്ടി, ഇവരുടെ തന്നെ ചേട്ടൻ്റെ ഒരു മോനെയാണ് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കണം എന്നുള്ളൊരു, കാരണം നല്ല മിടുക്കനായിട്ട് നിന്നൊരു കുട്ടിയായിരുന്നു. അപ്പം അവനെ കൊണ്ടുപോകാൻ നിന്നപ്പം അയ്യൂബ് മാഷ് പറഞ്ഞു, എന്നാൽ ഇവനെ കൂടെ കൊണ്ടുപോകും, ഇവനും പിന്നെ ഏതായാലും പൊട്ടിത്തെറുപ്പിൻ്റെ രാജാവ് വന്നാൽ ഇവനെ കൂടെ കൊണ്ടുപോയി ഒന്ന് നോക്കി നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വിധിച്ചത് ബിൻഷാനായിരുന്നു. ഞാൻ നോക്കിയത് ദിൽഷാനെയായിരുന്നു. ഏതായാലും രണ്ടാളെയും കൊണ്ടുപോയി. ബിൻഷാൻ ഇപ്പോൾ ഏതായാലും ഉയരങ്ങളിലെത്തി. ആ ഒരടുപ്പം വന്ന്, അങ്ങനെ നാസറുമായിട്ട് ഒരടുപ്പം വന്നു. പിന്നെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഫൈസൽ, എല്ലാവരും PTA എക്സിക്യൂട്ടീവിലുള്ള എല്ലാവരും, ഗഫൂർ ആയിരുന്നപ്പം ഗഫൂർ, എല്ലാവരോടും ഇടപെടാനൊരു ഇതുണ്ടായിരുന്നെങ്കിലും ഷെരീഫ് തുടങ്ങി, സലീംകാക്ക, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരുമായിട്ടും എനിക്ക് പേരെടുത്ത് പറയാനില്ല, എല്ലാവരും, ആപ്പ, എല്ലാ മനുഷ്യരും ഞാനിങ്ങനെ പുറകോട്ട് നിൽക്കുമ്പോൾ എല്ലാ തരത്തിലും അവർ പിന്നെ ഇടപെടാൻ, ഇപ്പം TV മൊയ്തീൻകാക്ക ആണെങ്കിലും ഞാനത് പണ്ട് മുതലേ PTA പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു ബന്ധം തുടങ്ങി. ഈ നാട്ടിലെല്ലാവരും അങ്ങനെ ഒരു എന്താ പറയുക, എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ സപ്പോർട്ട് തരാനും. ഇപ്പം ഫൈസലാണേലും ഇവരാണേലും എല്ലാം ഏത് കാര്യത്തിലും. പിന്നെ കഴിഞ്ഞ BTA-യിലാണേലും ഒരു ഇതുകൂട്ട് എന്താണ്, നമുക്കൊരു പിന്നെ ഇത് നമ്മുടെ എന്താ ഈ മൊമൻറ്റോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സഫീർ ആയാലും അതാ ഏത്, എനിക്കിപ്പം PTA എക്സിക്യൂട്ടീവ് വരുമ്പോൾ അവർ ഏത് വകുപ്പിലുള്ളവരാണ് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാ തരത്തിലും എല്ലാ പാർട്ടികളിലുള്ളവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്, നല്ല സപ്പോർട്ട്. പിന്നെ ഒരു പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചറെ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ എന്നെ ഓർക്കണം എന്ന് പറയുന്ന, അത് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലേ എല്ലാവരും. അതേപോലെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണേലും എല്ലാ PTA മെമ്പർമാരെല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഹായിക്കാം. അത് സത്യം പറഞ്ഞാൽ വീട്ടുകാരിൽ നിന്നോ എൻ്റേതായ ആൾക്കാരിൽ നിന്നോ കിട്ടാത്ത ആ ഒരിത്, ഹോസ്പിറ്റലിൽ വന്നിട്ട് സഹായങ്ങൾ പറഞ്ഞവരുണ്ട്. പിന്നെ എപ്പോൾ വേണേലും വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഇങ്ങനെയൊന്നും ഒരു എക്സിക്യൂട്ടീവ് PTA-യിൽ എക്സിക്യൂട്ടീവ് ആൾക്കാരെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ വന്നവർ, ഇങ്ങേറ്റം പച്ചക്കറി കടക്കാരൻ വരെ എൻ്റെ അടുത്ത് വന്ന് കരിക്ക് വരെയും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന് ICU കിടക്കുന്നയാൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് എന്നോർക്കുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദിയുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. എന്താണ് ആസനം പറയാനുള്ളത്? ഞാൻ ടീച്ചറെ
എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാടും ഞങ്ങളൊക്കെ പ്രത്യേകിച്ചും കടപ്പെട്ടിരിക്കുന്നു. ടീച്ചർ പറഞ്ഞ മാതിരി എൻ്റെ മോന് ഇന്ന് തെന്നല പഞ്ചായത്തിൽ തന്നെ GV രാജ സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടി. ഇന്ന് ഇപ്പോൾ അവന് GV രാജയിലെ +1 അഡ്മിഷനിൽ കേരളത്തിലെ 4ാം റാങ്ക് തന്നെ കിട്ടി. അതിനൊക്കെ ക്രെഡിറ്റ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഈ മലപ്പുറത്തിൻ്റെ ഈ ഒരു സൗഹൃദം, ഈ ഒരു സഹോദര്യം, ഈ മതസൗഹാർദ്ദം എല്ലാം നമ്മളെ നാട്ടിലല്ല ടീച്ചറെ പറയേണ്ടത്, നിങ്ങളെ നാട്ടിൽ പോയിട്ട് അതിൻ്റെ ഞങ്ങളെ മലപ്പുറത്തിൻ്റെ ഒരു അംബാസഡറായി മാറാൻ ടീച്ചർക്ക് കയ്യട്ട. പക്ഷെ ടീച്ചർ പോകുന്നില്ല. മരണം വരെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കയ്യണം എന്ന് പറഞ്ഞ ടീച്ചറെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ യാത്ര അയക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ വിധി അങ്ങനെയാണല്ലോ. എന്നാലും ടീച്ചർ എല്ലാ മാസത്തിലും സ്കൂളിൽ വരുമെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാന്ന് വെച്ചിട്ടുണ്ടല്ലേ, കുഞ്ഞിപ്പ 2 വാക്ക് പറയാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ടീച്ചറെ പറ്റി പറഞ്ഞതന്നെ വർണ്ണിക്കാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ ടീച്ചർ കുറച്ച് മുൻകൂട്ടി പറഞ്ഞല്ലോ, ഒരു പേടിയാണ് വീട്ടിലേക്കാരി എന്നുള്ളത്. പക്ഷേ ഇടപഴകുമ്പോഴാണ് എല്ലാവരോടും ഒരു മുഹബത്തുണ്ടാവുള്ളൂ. എന്തായാലും ടീച്ചറെ യാത്രത്തിൽ അന്ന് യാത്ര പോകുന്ന കാര്യത്തിൽ ചെറിയ സങ്കടമുണ്ട്. പക്ഷേ നാസർ പറഞ്ഞ പോലെ പോകാനൊക്കെ കഴിയില്ലല്ലോ. എന്തായാലും നമ്മളെ കൂടെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ജീവിതകാലം മുഴുവൻ ആയുരാരോഗ്യത്തോടെ കഴിയാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഫൈസലിന്റെ ഒരു പാർട്ടി ഞാൻ നടത്തുന്ന പാർട്ടി ഫൈസൽ നടത്തി. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഈവന്റ് ഉണ്ടായിരുന്നു. അടിപൊളി പാർട്ടി ആയിരുന്നു അല്ലേ? ഞാൻ കണ്ടു, ഫോട്ടോസ് കണ്ടു. അവസ്ഥയുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പാർട്ടിയും തോന്നുന്നു. ഈ ടീച്ചർ ഇന്ന് അവസാനമായിട്ട് ഒപ്പിട്ടത് ഇതും മലപ്പുറത്തിന്റെ ഒരു മഹിമയാണ്. പാണക്കാട് സെയ്ദ് മുനവർ ശിഹാബ് തങ്ങള് തന്നൊരു പേനയാണ്. പാണക്കാട് കുടുംബത്തിലെ സ്കൂൾ തന്നെ അവസാനമായിട്ട് ഒപ്പിടാൻ ഈ പേനക്ക് കഴിഞ്ഞു എന്നതിലും എനിക്ക് താങ്ക് യു വെരി മച്ച് ടീച്ചർ. താങ്ക് യു വെരി മച്ച്.